നമസ്കാരം. സോണിയാഗാന്ധി സൂക്ഷിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ള മ്യൂസിയത്തിന്റെ ആവശ്യത്തോട് ഇതുവരെ പ്രതികരിക്കാതെ കുടുംബം. കത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നാണ് പ്രധാനമന്ത്രി മെമ്മോറിയൽ ലൈബ്രറി ആവശ്യപ്പെട്ടത്. ലൈബ്രറി ഭരണസമിതി അംഗവും ചരിത്രകാരനുമായ റിസ്വാൻ കാന്ദ്രി രാഹുലിനാണ് കത്തയച്ചത്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ സോണിയാഗാന്ധിയോട് സമാനമായ അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള ഏറ്റവും പുതിയ അഭ്യർത്ഥന. കത്തുകൾ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാനോ ഡിജിറ്റൽ പകർപ്പുകളോ ഫോട്ടോ കോപ്പികളോ നൽകാനോ ആണ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കത്തിനോട് നെഹ്റു കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിലെ കള്ളക്കാമുകനെ രക്ഷിക്കാനാണോ ഈ പെടാപ്പാട് പെടുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. പ്രധാനമന്ത്രി മെമ്മോറിയൽ ലൈബ്രറിക്ക് കൈമാറിയിരുന്ന രേഖകളിൽ നിന്നും 2008 സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കത്തുകൾ തിരിച്ചെടുത്തിരുന്നു. 51 പെട്ടികളിലാക്കിയാണ് സോണിയാഗാന്ധിക്ക് കത്തുകൾ കൈമാറിയത്. അക്കാലത്തെ പ്രമുഖ വ്യക്തികൾ തമ്മിലുള്ള കത്തിടപാടുകൾ ഉൾപ്പെടുന്നതിനാൽ ഈ കത്തുകൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 20ാം നൂറ്റാണ്ടിലെ പ്രമുഖ വ്യക്തികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ, ജയപ്രകാശ് നാരായൺ, എഡ്വിന മൗണ്ട് ബാറ്റൻ, പത്മജ നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസഫ് അലി, ബാബു ജഗ്ജീവൻ റാം തുടങ്ങിയവർക്ക് അയച്ച കത്തുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എഡ്വിനയുടെ മകൾ പമേല ഹിക്സ് ഉൾപ്പെടെയുള്ള മൗണ്ട് ബാറ്റൻ കുടുംബത്തിലെ അംഗങ്ങൾ ഈ കത്തുകളിൽ ചിലത് വായിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പമേല തന്റെ ഡോക്ടർ ഓഫ് എംപയർ ലൈഫ് ആസ് എ മൗണ്ട് ബാറ്റൻ എന്ന തന്റെ പുസ്തകത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. 1947 എഡ്വിന തന്റെ ഭർത്താവ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റനുമായി ഇന്ത്യയിൽ എത്തിയപ്പോൾ തുടങ്ങിയ അഗാധമായ ബന്ധം തന്റെ അമ്മയും നെഹ്റുവും പങ്കിട്ടിരുന്നതായി പമേല ഓർമ്മിക്കുന്നു. ചില കത്തുകൾ വായിക്കുമ്പോൾ നെഹ്റുവിനും അമ്മയ്ക്കും പരസ്പരമുള്ള അഗാധമായ സ്നേഹവും പരസ്പര ബഹുമാനവും തനിക്ക് അനുഭവപ്പെട്ടുവെന്ന് പമേല എഴുതുന്നു. അടുപ്പമുണ്ടായിരുന്നിട്ടും എഡ്വിനയ്ക്കോ നെഹ്റുവിനോ ശാരീരിക ബന്ധത്തിന് സമയമുണ്ടായിരുന്നില്ലെന്നും പമേല ഊന്നി പറഞ്ഞിരുന്നു. അവരെ പലപ്പോഴും സ്റ്റാഫും പോലീസും മറ്റുള്ളവരും വളഞ്ഞിരുന്നു. അവർക്ക് സ്വകാര്യ നിമിഷങ്ങൾക്കുള്ള അവസരമില്ല. എഡ്വിന ഇന്ത്യ വിടാൻ തയ്യാറെടുക്കുമ്പോൾ നെഹ്റുവിന് ഒരു മരതക മോതിരം വിട്ടുകൊടുക്കാൻ അവർ ആഗ്രഹിച്ചു. നെഹ്റു അത് നിരസിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ മോതിരം മകൾ ഇന്ദിരാഗാന്ധിക്ക് നൽകിയെന്നും പറയപ്പെടുന്നു. എത്രയോ നാളായി നെഹ്റുവിന്റെ കത്തുകൾ സോണിയാഗാന്ധിയിൽ നിന്നും കണ്ടെടുത്ത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി അവ തിരിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല. നെഹ്റുവിന്റെ ഈ കത്തുകൾ രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതു സ്വത്താണെന്നും ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. പണ്ട് നെഹ്റു സ്മാരക ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഈ കത്തുകൾ ആ ലൈബ്രറിയുടെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സോണിയ കൈക്കലാക്കിയത്. പക്ഷേ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കത്തുകൾ രാജ്യത്തിന്റെ നിധിയാണെന്നും അത് തിരിച്ചു നൽകണമെന്നും BJP വക്താവും MPയുമായ സംബിത് പത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.